വിശദമായി നോക്കാം. കർണാടകയിലെ അങ്കോളിയിൽ ദേശീയപാതയിൽ മണ്ണിടിഞ്ഞു വീണ് കാണാതായ അർജുനായി തെരച്ചിൽ തുടരുകയാണ്. അർജുൻ അടക്കം 3 പേർക്കായാണ് തെരച്ചിൽ തുടരുന്നത്. സംഭവസ്ഥലത്ത് നിന്ന് ഒരു കുട്ടിയുടേതടക്കം 7 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. അതിൽ 5 പേരെ തിരിച്ചറിഞ്ഞു. പ്രദേശത്തെ 40% മണ്ണ് നീക്കം ചെയ്തു. മണ്ണിനടിയിലായ ബെൻസ് കാറിന്റെ ലൊക്കേഷൻ കണ്ടെത്തി. അപകടത്തിൽപ്പെട്ട ടാങ്കർ ലോറിയുടെ ഗ്യാസ് സിലിണ്ടർ ഗംഗാവലി പുഴയിൽ കണ്ടെത്തി. പ്രദേശത്തെ 6 വീടുകൾ പൂർണ്ണമായും 10ലേറെ വീടുകൾ ഭാഗികമായും തകർന്നു. മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. വിവരങ്ങളുമായി KV ബൈജു ചേരുകയാണ്. ബൈജു, 3 ജീവനുകളാണ് ഇപ്പോഴും മണ്ണിനടിയിലുള്ളത്. അവർക്കായുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഏത് ഘട്ടത്തിലെത്തി നിൽക്കുന്നു? ആര്യ, ഈ ശക്തമായ മഴ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ദുർഘടം ആണ് ഈ രക്ഷാപ്രവർത്തനം. എന്തായാലും രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയിട്ടുണ്ട്. NDRFന്റെ ഒരു സംഘം കൂടി ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. കൂടുതൽ NDRF സംഘത്തിലെ സഹായം തേടുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും നേരത്തെ ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ബെൻസ് കാറിന്റെ ലൊക്കേഷൻ കണ്ടെത്തിയിരുന്നു. നേരത്തെ കാണാതായി എന്ന് പറഞ്ഞ ബെൻസ് കാറിന്റെ ലൊക്കേഷൻ കണ്ടെത്തിയിരുന്നു. അപ്പോഴും അർജുനന്റെ ലോറിയോ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ പ്രദേശത്ത് നിന്നും 40% മണ്ണ് ഇപ്പോൾ നീക്കം ചെയ്തിട്ടുണ്ടെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രതികൂല കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ഇനി എത്ര വൈകുന്നവരെ വരെ ഈ രക്ഷാപ്രവർത്തനം തുടരാൻ പറ്റുമെന്ന് പറയാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. ഇപ്പോഴും ഈ മല ഇടിഞ്ഞ് വീഴുന്ന ഒരു സാഹചര്യം തന്നെയാണ്. പ്രദേശത്ത് ഇപ്പോൾ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. ആളുകളെ എല്ലാം ഈ പ്രദേശത്ത് നിന്ന് മാറ്റിയിരിക്കുന്നു. പ്രധാനമായും ഈ ഗ്യാസ് ടാങ്കറിന്റെ കുറ്റി കണ്ടെത്തിയതോടുകൂടിയാണ് ഒരു ആശങ്ക പരന്നത്. ഇത്തരത്തിൽ ചോർച്ച ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തു നിന്നുള്ള വീടുകളിൽ നിന്നുള്ള എല്ലാവരെയും ഒഴിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം വ്യാപാര സ്ഥാപനങ്ങളെല്ലാം അടുപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും പൂർണ്ണമായും ഈ ദേശീയപാത ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. എന്തായാലും അന്വേഷണം ഇപ്പോഴും തെരച്ചിൽ ഇപ്പോഴും ഊർജിതമായി തന്നെ തുടരുകയാണ്. എന്തായാലും കൂടുതൽ സംഘം വൈകുന്നേരത്തോടു കൂടി എത്തും. നാളെ മുതൽ ഊർജിതമായ അന്വേഷണം ഉണ്ടാകും, തെരച്ചിലുണ്ടാകുമെന്നാണ് അറിയിക്കുന്നത് ജില്ലാ ഭരണകൂടം. ഏതായാലും ഇപ്പോ അന്വേഷണം വളരെ മന്ദഗതിയിലാണ് ഇപ്പോൾ ഈ തെരച്ചിൽ പുരോഗമിക്കുന്നത്. ആര്യ, ബൈജു, ഇതിലെ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ദുഃഖകരമായ കാര്യം എന്ന് പറയുന്നത് ഇത് ചൊവ്വാഴ്ച നടന്ന ഒരു അപകടമാണ്. ദിവസം ഇപ്പോൾ വെള്ളിയാഴ്ച ആയിരിക്കുന്നു. ഇത്രയും മണിക്കൂറുകൾ പിന്നിട്ട് കഴിഞ്ഞിട്ടും നമുക്ക് അർജുൻ അടക്കമുള്ളവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്ത് പ്രതീക്ഷയാണ് ഈ രക്ഷാപ്രവർത്തകർ പങ്കുവെക്കുന്നത് ഈ ഘട്ടത്തിൽ? തീർച്ചയായും അതിൽ ഏറ്റവും പ്രധാനം ഈ ബെൻസ് വാഹനത്തിന്റെ കൃത്യമായി ഇതിന്റെ ഈ GPS കണ്ടെത്തിയാണ്, ഈ സ്ഥലം കണ്ടെത്തിയതാണ്. അതോടൊപ്പം തന്നെ ഈ വണ്ടിയുടെ യന്ത്രം പ്രവർത്തിക്കുന്നതായി കണ്ടെത്തിയതും വലിയ ആശ്വാസവും വലിയ പ്രതീക്ഷയുമാണ് പകരുന്നത്. ഒപ്പം ഇന്ന് രാവിലെ 8 മണിക്ക് ഈ ഫോൺ വിളിച്ചപ്പോൾ റിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്, നിലവിൽ സ്വിച്ച് ഓഫ് ആണെങ്കിലും രാവിലെ 8 മണിക്ക് കൃത്യമായി ഇത് ഫോൺ റിംഗ് ആയിരുന്നു. അതും വലിയ പ്രതീക്ഷ പകരുന്നുണ്ട്. ഏതായാലും ഈ പുഴ, ഇതിന് സമീപത്തുള്ള പുഴയിലേക്കാണ് വലിയ തോതിലുള്ള ഈ കുന്നിടിഞ്ഞ് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതെങ്കിലും സാഹചര്യത്തിൽ പുഴയിലേക്ക് ഇത് ഒഴുക്കിൽ പെട്ടുപോയോ എന്നൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ഈ സംഭവത്തോടു കൂടി വലിയ പ്രതീക്ഷ തന്നെയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ തിരച്ചിൽ ഊർജിതമാക്കിയത്. ഇപ്പോഴും മണ്ണിനടിയിൽ ഈ ലോറി അകപ്പെട്ടിട്ടുണ്ടാകുമെന്ന ഒരു വിശ്വാസത്തിലാണുള്ളത്. പ്രധാനമായും എഞ്ചിൻ ഓഫ് ആവാത്തത് ഈ വലിയ പ്രതീക്ഷയാണ്. കാരണം AC ഇട്ട് ഇത്തരത്തിൽ വിശ്രമിക്കുന്ന സമയത്തായിരിക്കണം ഈ വലിയ കുന്ന് അപ്പാടെ ഇടിഞ്ഞ് റോഡിലേക്ക് വീണതെന്നാണ് ഒരു നിഗമനമുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെയാണെങ്കിൽ സുരക്ഷിതമായി തന്നെ ഉണ്ടാകും. പക്ഷെ അത് കണ്ടെത്തേണ്ടതുണ്ട്. ഇപ്പോൾ 3-4 JCB മാത്രം ഉപയോഗിച്ച് ഈ മണ്ണ് നീക്കം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് നടക്കുന്നത്. പക്ഷെ അത് നമുക്കറിയാം, ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എത്ര വലുതാണെന്ന് നമുക്കറിയാം. കാരണം ഒരു പുഴയുടെ ഒരു ഭാഗം തന്നെ മൂടി ഒരു കുന്നുപോലെ അവിടെ രൂപപ്പെട്ടിരിക്കുന്നു. അത്രയും വലിയൊരു മലയാണ് ഇടിഞ്ഞ് ഈ താഴേക്ക് പതിച്ചത്. അങ്ങനെയെങ്കിൽ വലിയ തോതിലുള്ള പ്രവർത്തനം നടത്തിയാൽ മാത്രമേ ഈ മണ്ണ് നീക്കം ചെയ്യാൻ പറ്റും. അതിന് കൂടുതൽ യന്ത്രങ്ങൾ കൊണ്ടുവരേണ്ടി വരും. അത്തരത്തിൽ മെറ്റൽ ഡിറ്റക്ടർ ഉൾപ്പെടെ കൊണ്ടുവന്ന് ഇത് പരിശോധന നടത്തി വരും. അതിനുള്ളൊരു ശ്രമവും നടത്തുന്നുണ്ട്. ഇന്ന് വൈകിട്ടോടുകൂടി മെറ്റൽ ഡിറ്റക്ടർ കൊണ്ടുവന്ന് ഏതെങ്കിലും തരത്തിൽ ലോറി ഇതിനകത്ത് കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ എന്നതാണ് പ്രധാനമായും നോക്കുന്നത്. ആ സ്ഥലം മാത്രം കൃത്യമായി JCB ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യാനാണ് ഏതായാലും ആലോചനയിലുള്ളത്. ഏതായാലും ഈ ബെൻസ് കാർ കണ്ടെത്തിയതൊരു ആശ്വാസമായിരുന്നു. ബെൻസ് കാർ ഇപ്പോൾ കണ്ടെത്തിയതും ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. ഈ പ്രദേശത്ത് ആരെയും തന്നെ കയറ്റി വിടുന്നില്ല. മാധ്യമ പ്രവർത്തകരെ പോലും ഈ പ്രദേശത്തേക്ക് കടത്തി വിടുന്നില്ല. കാരണം
വീണ്ടും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട്. ശക്തമായ മഴ. ഈ പ്രദേശത്ത് റെഡ് അലർട്ടാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് മാധ്യമപ്രവർത്തകരും പോകരുതെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. മഴ വീണ്ടും കനക്കാനാണ് സാധ്യത. അത്തരത്തിലുള്ള ഒരു കാലാവസ്ഥയാണ് ഈ പ്രദേശത്തെല്ലാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം 4 ദിവസമായി തുടർച്ചയായി മഴ പെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മലകളെല്ലാം ഇത്തരത്തിൽ ഇടിഞ്ഞു വീഴാവുന്ന ഒരു ഭാഗത്തുള്ളത്. പ്രധാനമായും അശാസ്ത്രീയമായ ഈ ദേശീയപാതയുടെ നിർമ്മാണമാണ് നാട്ടുകാരൊക്കെ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു അപകടം ഉണ്ടായത്. ആ രീതിയാണ് ഇവിടെ പ്രവർത്തികൾ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. അതാണ് ഈ അപകടത്തിനും കാരണം എന്നാണ് നാട്ടുകാരും പറയുന്നത്. എന്തായാലും ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ കൃത്യമായി ഇപ്പോൾ ഈ തെരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. ഇനിയും കൂടുതൽ സംഘങ്ങൾ ഇതിന് തെരച്ചിലിനായി എത്തേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഈ ലോറി ഏതെങ്കിലും തരത്തിൽ മണ്ണിനടിയിലുണ്ടോ മറ്റോ കണ്ടെത്താൻ സാധിക്കും എന്നൊരു അവസ്ഥ നിലവിലുണ്ട്. വലിയ തോതിൽ മണ്ണ് കുന്നിഞ്ഞു കൂടിയ ഒരു അവസ്ഥ തന്നെയാണ്. എന്തായാലും ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. കനത്ത മഴയും ഈ ഭാഗത്ത് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ആര്യ, ബൈജു, ഇതിപ്പോൾ അർജുൻ അടക്കം 3 പേർക്കായിട്ടുള്ള തിരച്ചിലാണ് പുരോഗമിക്കുന്നത്. ഇതിനോടകം തന്നെ 7 പേരുടെ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ 5 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ അർജുൻ ഒഴിച്ച് ബാക്കി എല്ലാവരും കർണാടക സ്വദേശികളാണോ? നിലവിൽ എല്ലാവരും കർണാടക സ്വദേശികളാണ്. ഈ സമീപത്ത് തന്നെ താമസിക്കുന്ന ഒരു സ്ത്രീ ഒഴുക്കിൽപ്പെട്ടതായി പറയുന്നുണ്ട്. അവർക്കായും ഇപ്പോൾ നേവിയുടെ സഹായത്തോടു കൂടി ഈ പുഴയിൽ ഒഴുക്കിൽപ്പെട്ടതായാണ് പറയുന്നത്. അവിടെയും തിരച്ചിൽ നടത്തുന്നുണ്ട്. നിലവിൽ ഈ കട നടത്തുന്ന അവർ ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ മരണപ്പെട്ടത്. ഇവരിൽ ആര് സൂചിപ്പിച്ചതുപോലെ തന്നെ 5 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഈ നിരവധി വാഹനങ്ങൾ ഈ മണ്ണിനടിയിൽ അകപ്പെട്ടിട്ടുണ്ടെന്ന ഒരു വിവരവും വരുന്നുണ്ട്. ഏതായാലും 4ഓളം വാഹനങ്ങൾ ഈ മണ്ണിനടിയിൽ അകപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് അർജുൻ ഉണ്ടായിരുന്ന ലോറി ഉൾപ്പെടെ 4ഓളം വാഹനങ്ങൾ. അതിലൊരു ബെൻസാണ് ഇപ്പോൾ ബെൻസ് കാറിനാണ് ലൊക്കേഷൻ ലഭിച്ചിരിക്കുന്നത്. ഇനി അർജുൻ ഉൾപ്പെടെയുള്ളവരുടെ ബാക്കി വരുന്ന 3 വാഹനങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അതിനി വലിയ തോതിലുള്ള മണ്ണ് നീക്കം ചെയ്യേണ്ടതുണ്ട്. ആ മണ്ണ് നീക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പക്ഷേ ഈ രക്ഷാപ്രവർത്തനം ഇനി എത്ര മണിവരെ തുടരാനാവും എന്നൊരു ആശങ്കയും ജില്ലാ ഭരണകൂടം പങ്കുവച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം നടക്കുമോ എന്ന കാര്യത്തിൽ ഒരു ആശങ്കയുണ്ട്. പക്ഷേ രാത്രിയും ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം നടത്താനുള്ള ഒരു ആലോചനയിലാണ് ഇപ്പോൾ ഉള്ളത്. അതിലൊരു തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും ഈ പ്രദേശത്ത് ഇപ്പോൾ മണ്ണിടിച്ചിൽ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കുന്ന് ഇപ്പോഴും ചെറിയ തോതിൽ ഇടിഞ്ഞ് താഴോട്ട് വീഴുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത്. ബൈജു, ഒരു കാര്യം കൂടി, അതായത് ഇതിപ്പോൾ ചൊവ്വാഴ്ച നടന്ന അപകടമാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, വലിയ നാശനഷ്ടം ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു റോഡ് പൂർണ്ണമായും ഒഴുകിപ്പോകുന്ന ഒരു മണ്ണ് ഇടിഞ്ഞ് പുഴയിലേക്ക് ഇറങ്ങി വരുന്ന അത്രത്തോളം വലിയൊരു അപകടം. ഈ അപകടം സംഭവിച്ചു, നിരവധി ആളുകൾ ആ മണ്ണിനടിയിൽ കുടുങ്ങിപ്പോയി. ആ ഒരു സാഹചര്യത്തിൽ പോലും ഈ രക്ഷാപ്രവർത്തനം കൃത്യസമയത്ത് നടന്നില്ല എന്നുള്ള ഒരു ആക്ഷേപം കൂടി ഉയരുന്നുണ്ടോ? തീർച്ചയായും രക്ഷാപ്രവർത്തനം വളരെ മന്ദഗതിയിലായിരുന്നു. ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ചൊവ്വാഴ്ച രാവിലെ 8:30 ഈ അപകടം നടന്നത്. അതിനുശേഷം ഈ കന്നഡ ചാനലുകളിലൊക്കെ വലിയ തോതിൽ ഇത് വാർത്തയായിരുന്നു. പക്ഷേ അപ്പോഴും രക്ഷാപ്രവർത്തനം വളരെ മന്ദഗതിയിലായിരുന്നു. കാരണം ഈ ഗതാഗതം തന്നെ പൂർണ്ണമായും ഈ ദേശീയപാത നമുക്കറിയാം, പൂനെ മംഗളൂരു വളരെ പ്രധാനപ്പെട്ട ഒരു ദേശീയപാതയാണ്. നമ്മുടെ കേരളത്തിലേക്ക് ഉൾപ്പെടെ നമുക്ക് എത്തേണ്ട, അത് ഗോവ ഉൾപ്പെടെ സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ട ഒരു ദേശീയപാതയാണ്. 3-4 ദിവസം ഇത്തരത്തിൽ പൂർണ്ണമായും ഗതാഗതം നിരോധിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. അത് വളരെ മന്ദഗതിയിലായിരുന്നു. ഇപ്പോഴും ഈ രക്ഷാപ്രവർത്തനം വളരെ മന്ദഗതിയിൽ തന്നെയാണ് നടക്കുന്നതെന്ന് വേണം പറയാൻ. കാരണം 3-4 JCB മാത്രം കൊണ്ടുവന്ന് ഇത്തരത്തിൽ മണ്ണ് മാറ്റാനുള്ള ശ്രമം, മണ്ണ് നീക്കം ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിട്ടും ആ രീതിയിലൊരു പ്രവർത്തനം ഉണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെയാണ് മാധ്യമങ്ങളിൽ വലിയ വാർത്ത, നമ്മള് ഉൾപ്പെടെയുള്ള വാർത്ത ഇത് പുറത്തു വന്നതും അതുപോലെ തന്നെ ജനപ്രതിനിധികളും മന്ത്രിമാരൊക്കെ ഇടപെടുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീട് കർണാടക മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളും ഒപ്പം കോൺഗ്രസ് നേതാക്കളും മുഖ്യമന്ത്രി പിണറായി വിജയനും ഉൾപ്പെടെയുള്ളവർ ഇടപെടൽ നടത്തി. പിന്നീടാണ് ഇതിനൊരു വേഗത വന്നതും NDRFന്റെ ഒരു സംഘം കൂടി ഇവിടത്തേക്ക് എത്തുന്നതും. ഏതായാലും കാസർഗോഡ് നിന്നുള്ള ഒരു NDRFന്റെ സംഘം കൂടി ഇപ്പോൾ അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. പക്ഷേ